ഹലോ ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ ഒരു ഗോവ ട്രിപ്പ് വീഡിയോ ആണ്. ഇതെൻ്റെ രണ്ടാമത്തെ ഗോവ ട്രിപ്പാണ്. ഫസ്റ്റ് ഗോവ പോയപ്പോൾ തൊട്ടുള്ള എൻ്റെ ആഗ്രഹമായിരുന്നു എനിക്ക് ഒന്നുകൂടെ ഗോവ പോകണമെന്ന്. അതിന് കുറച്ച് റീസൺസ് ഒക്കെ ഉണ്ട്. സോ ഈ ട്രിപ്പ് നമ്മൾ ടോട്ടൽ 8 മെമ്പേഴ്സാണ് ഉള്ളത്. ഞാൻ, ഇക്ക, വർഷ, അക്കു, ശില്പാമ്മ, പിന്നെ ശില്പാമ്മയുടെ 3 ഫ്രണ്ട്സും ഉണ്ട്. അവർ എറണാകുളത്തുള്ളവരാണ്. അപ്പം നമുക്ക് എറണാകുളത്തു നിന്നാണ് ഗോവയിലോട്ട് ട്രെയിന്. അപ്പം ഞങ്ങൾ ആദ്യമേ ഇവിടെ എറണാകുളത്ത് വന്നു. ദെൻ ഞങ്ങൾ അരിപ്പയിൽ ഫുഡ് കഴിക്കാനായിട്ട് കയറി. അപ്പം പൊറോട്ട, ഫ്രൈഡ് റൈസ്, പിന്നെന്താ കപ്പയും മീനും, അങ്ങനെയൊക്കെ നമ്മൾ ഫുഡൊക്കെ ഓർഡർ ചെയ്തു. അങ്ങനെ ഫുഡൊക്കെ കഴിച്ച് വയറ് നിറഞ്ഞു. അപ്പോൾ അവരുടെ കോള് വന്നു. അവർ ഓൾറെഡി എറണാകുളം റെയിൽവേ സ്റ്റേഷനിൽ വന്നിട്ടുണ്ട്, നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽക്കുവാണ്. സോ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോയി. അപ്പോൾ അവരെ മീറ്റ് ചെയ്ത ടൈമിൽ മീൻസ് എനിക്ക് ആ വീഡിയോസ് ഒന്നും എടുക്കാൻ പറ്റിയിരുന്നില്ല. കാരണം ഞാൻ ഇവരെ 3 പേരെയും ആദ്യമായിട്ടാണ് കാണുന്നതും പരിചയപ്പെടുന്നതും ഒക്കെ. അപ്പം ആ ചെന്ന ടൈമിൽ എടുക്കാനായിട്ട് എനിക്ക് ഭയങ്കര ഷൈ ആയിരുന്നു. സോ അത് കഴിഞ്ഞ് ഇവരെ കമ്പനിയൊക്കെ ആയതിന് ശേഷമാണ് ഞാൻ വീഡിയോ എടുക്കാൻ തുടങ്ങിയത് തന്നെ. സോ ആ കുറച്ച് വീഡിയോസ് ഞാൻ എടുത്തിട്ടില്ല, അതുകൊണ്ട് അതൊന്നും ഇതിലില്ല. അപ്പം നമ്മൾ റെയിൽവേ സ്റ്റേഷനിൽ വന്നു, അവരെയൊക്കെ പരിചയപ്പെട്ടു, നമ്മളുടെ ട്രെയിൻ എടുത്തു. നമ്മളിപ്പം ട്രെയിനിലാണുള്ളത്. ഞാനും പഠിച്ചിട്ടുണ്ട്, കളിപ്പിക്കാവേ. പറയാൻ വാക്കുകളില്ല. മറ്റേ ചേച്ചി കണ്ടേ Hello guys. Welcome to Goa. This is Madgaon station. ഇങ്ങോട്ട് മാറ്റും. വഴി കൊടുക്കാൻ ബ്ലോഗറിന് വഴി കൊടുക്കാൻ മെയിൻ ആണ് എടുക്കട്ടെ. അത് കുറേശ്ശെ നോക്കി നോക്കിയാൽ face. So this is how we wash the face. Okay. So we're putting the face wash. Ashwin, come on. Pouring some water. engine out completely water over. Big gas, okay? അങ്ങനെ നമ്മളിപ്പോൾ ഗോവയിൽ എത്തിയിരിക്കുകയാണ് ഗൈസ്. ഇപ്പം വൈകിട്ട് ഒരു 3 മണിയായിട്ടുണ്ട്. ട്രെയിൻ ഭയങ്കര ഡിലേ ആയിരുന്നു. ഞാൻ ആദ്യമേ തന്നെ ഇറങ്ങി ഇവരിറങ്ങുന്ന ഷോർട്സൊക്കെ എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ ഞാൻ ആ സൈഡിൽ നിന്ന് ഇങ്ങനെ ഇവരുടെ വീഡിയോസൊക്കെ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഇവരുടെ 3 പേരുടെയും ഒരു ഫ്രണ്ട് ചേച്ചിയുണ്ട്, ഗോവക്കാരിയാണ്, ശ്രേയ എന്നാണ് പേര്. അപ്പോൾ ആ ചേച്ചിയും ആ ചേച്ചിയുടെ ഒരു ഫ്രണ്ടും നമ്മളെ പിക്ക് ചെയ്യാനായിട്ട് ഒരു കാർ കൊണ്ട് വന്നിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഈ 8 പേരും ഒരു കാറിൽ കയറത്തില്ല. സോ നമ്മൾ 2 കാറായിട്ടാണ് എടുത്തത്. ഒരു കാറ് നമ്മൾ റെൻ്റ് എടുത്തു, ഒരു കാറ് ശ്രേയ ചേച്ചിയുടെ. അപ്പോൾ അവർ ഓൾറെഡി വെളിയിൽ നമ്മളെ വെയിറ്റ് ചെയ്ത് നിൽപ്പുണ്ട്. അപ്പോൾ നമ്മൾ ഇവിടുന്ന് നേരെ റിസോർട്ട് നമ്മൾ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമ്മൾ നേരെ നമ്മുടെ റൂമിൽ പോയി ഫ്രഷായി
ആയി. അതൊക്കെ കഴിഞ്ഞിട്ട് ഇപ്പം ഈവനിങ് ആയി. അപ്പോൾ ഇനിയിപ്പോൾ വൈകിട്ട് പാർട്ടിക്ക് പോകാനായിട്ടുള്ള സമയമേ ഉള്ളൂ. Are you sure? You'll drive the car. പെട്ടിയും ബാക്കി കുഞ്ഞു ബാഗിൽ കേട്ടാ ബാക്കി നമുക്ക് ടാക്സി കേട്ടാ ടാക്സി കേട്ടാ Bag side bag ഒക്കെ ഇട്. ഇല്ല തടയിട്ടില്ല അപ്പൊ എന്റെ ആ ചെറുതൂര് Gadi anga dulu. Ana angka atung dulu. Okay, sorry. It's kakak utai call Rohit. Angayo. അങ്ങയോ രോഹിത് അങ്ങയോ Itu ay kinaga api dia tapi kita. Sa. Aga donor. I just wait here. How was the trip? Super. It was hectic actually. 3 hours delay was there. 2 hours I think in Kannur, right? Yeah. അങ്ങനെ ഞങ്ങളിപ്പം ഞങ്ങളുടെ റിസോർട്ടിലോട്ട് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഞാൻ, ശില്പാമ്മ, വർഷാമ്മ, പിന്നെ ഇക്ക, ശ്രേയ ചേച്ചി ഒരു കാറിൽ, ബാക്കി അവരെല്ലാവരും വേറെ കാറിൽ. I'll say. Okay. Thank you, Rohit. Bye. See you. Yeah. Hello guys. ഞങ്ങൾ അങ്ങനെ ദിവ്യം സ്റ്റേഷനിൽ ഇറങ്ങി യാത്ര ചെയ്യുകയാണ്. ഞങ്ങൾ ടാക്സി വിളിച്ചു. ടാക്സി കൂലി ചോദിച്ചത് 750 രൂപ. ഞങ്ങൾ നേരെ പോയിക്കൊണ്ടിരിക്കുന്നു. ഞങ്ങൾ ലൊക്കേഷനിൽ എത്താൻ ഇനി ഏകദേശം 8 കിലോമീറ്റർ ഉണ്ട്. യാത്രികനോട് ഡ്രൈവർ ചോദിക്കുന്നു എങ്ങനെയാണ് വഴി. യാത്രികൻ തന്നെ മാപ്പ് എടുത്ത് കാണിക്കേണ്ട അവസ്ഥയാണ് ഇവിടെ. എന്നാലും കാണിക്കുന്നു. ഞങ്ങൾ പോകുന്നു. No problem. Nanti pernah mati. Problem പറഞ്ഞു. Open. Are open. Drag. Slide. തുറക്കാൻ തള്ളി പ്രാണി പെട്ടി പ്രോണി പ്രോണി അത് മലയാളം പറഞ്ഞു. Why are you calling? दूसरा बाद में आएगा. हाँ ये लेके जाऊंगी पहले. हाँ ഹലോ ഗൈസ്, നമ്മൾ സ്വിമ്മിംഗ് പൂൾ കണ്ടുപിടിച്ച് മാറങ്ങോട്ടെ. അത് പോണ മാറിയിട്ടാ മതി. ആ ചെല്ലേ അയ്യോ
നമുക്ക് ഇവിടുന്ന് ഒരു ഗെയിം ഉണ്ട്. ഈ പാട്ട് പാടിയിട്ട് ബാക്കി പാടാത്തവരെ നമ്മൾ മറ്റേ മുക്കിയിടുന്നേ. എന്തുവാടാ നിങ്ങൾ തന്നെ ഒരു രക്ഷയില്ലാത്ത വില്ല ആയിരുന്നു. അപ്പം വൈറ്റും ബ്ലൂ ഒക്കെ ആയിട്ട് ഭയങ്കര കളർഫുള്ളായിരുന്നു. അവിടുത്തെ ഇൻറ്റീരിയൽ വർക്ക്സ് ഒക്കെ ആണെങ്കിലും ഞങ്ങൾക്ക് എല്ലാവർക്കും ഭയങ്കരമായിട്ട് ഇഷ്ടമായി. അപ്പം ഇത് ശ്രേയ ചേച്ചിയുടെ ഒരു ഫ്രണ്ട് ത്രൂ ആണ് നമുക്ക് ഈ വില്ല കിട്ടിയത്. അപ്പം നമ്മൾ 2 days ആണ് ഈ വില്ലയിൽ സ്റ്റേ ചെയ്യുന്നത്. ഈ വില്ലയുടെ നെയിം എന്ന് പറയുന്നത് ദ സെർനിറ്റി ഗോവ എന്നാണ്. അപ്പോൾ നിങ്ങൾ ഗൂഗിളിൽ സെർച്ച് ചെയ്താൽ ഈ വില്ലയുടെ എല്ലാ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ നിങ്ങൾക്ക് കിട്ടും. പിന്നെ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഞാൻ ഈ വില്ലയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ പിൻ ചെയ്തേക്കാം. അപ്പം നിങ്ങൾ ആ ലിങ്ക് ത്രൂ നിങ്ങൾക്ക് കയറി ഇതിൻ്റെ ഡീറ്റെയിൽസും കാര്യങ്ങളും ഒക്കെ ചെക്ക് ചെയ്യാവുന്നതാണ്. ഞങ്ങളെല്ലാവരും വന്നപ്പോൾ തന്നെ ഏറ്റവും അടിപൊളിയായിട്ടുള്ള റൂം എടുക്കാൻ വേണ്ടിയിട്ടുള്ള ഓട്ടത്തിലായിരുന്നു. പക്ഷേ ഇവിടെ 4 റൂംസ് ഉണ്ട്. ഈ 4 റൂംസും ഒന്നിനൊന്നിന് ഭയങ്കര സൂപ്പറാണ്, അടിപൊളിയായിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളെല്ലാവരും ഞങ്ങളുടെ റൂമൊക്കെ സെലക്ട് ചെയ്തു. ദെൻ അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ പോയി ഫ്രഷായി. ഭയങ്കര വിശപ്പുണ്ടായിരുന്നു, നമ്മൾ ഫുഡൊന്നും കഴിച്ചിട്ടില്ലായിരുന്നു. സോ നമ്മൾ ആദ്യമേ പോയി ഫ്രഷായി, അതിനുശേഷം നമ്മൾ ഫുഡ് കഴിക്കാനായിട്ട് വന്നു. അപ്പം മീൽസും ബിരിയാണിയുമായിരുന്നു മേടിച്ചത്. പക്ഷെ ഞങ്ങൾക്ക് എല്ലാവർക്കും മീൽസാണ് ഇഷ്ടപ്പെട്ടത്. പക്ഷെ എന്ത് ചെയ്യാനാണ്, 2 മീൽസേ ഉള്ളൂ. പിന്നെ ഇച്ചിരിയൊക്കെ വെച്ച് ഞങ്ങൾ അഡ്ജസ്റ്റ് ചെയ്തു. നമ്മുടെ നാട്ടിലെ പോലെ ചെമ്മീൻ കറി, പിന്നെ ക്യാബേജ് തോരന്, അച്ചാറ്, കല്ലുമ്മക്കായ ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ സ്വിമ്മിംഗ് പൂളിൽ ഇറങ്ങി. ഞങ്ങൾ സ്വിമ്മിംഗ് പൂളിൽ കളിച്ച് സമയം പോയതേ അറിഞ്ഞില്ല. ഒരുപാട് ഇരുട്ടി, ഒരുപാടെന്നല്ല, ഒരു 8 മണിയൊക്കെ ആയി. അപ്പോൾ നമുക്ക് പാർട്ടിക്ക് ഒരു 10 മണിയൊക്കെ ആകുമ്പോൾ ഇവിടെ നിന്ന് ഇറങ്ങണം. നമുക്ക് അടുത്ത് തന്നെയാണ്, കോഹിബ എന്ന് പറയുന്ന ഒരു പബ്ബിലാണ് നമ്മൾ പോകുന്നത്. അപ്പം നമ്മൾ ആ ഒരു ടൈം ആകുമ്പോൾ ഫ്രഷ് ആയാൽ മതിയല്ലോ എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ കുറേ നേരം അവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്തു. വർഷയ്ക്കാണെങ്കിൽ വെള്ളം കണ്ടിട്ട് ഒരുമാതിരി പ്രാന്തായിരുന്നു എന്നെ മുക്കിക്കൊല്ലാഞ്ഞിട്ട്. പിന്നെ ഒരുവിധം ഞാൻ എങ്ങനെയോ അവളുടെ അടുത്തു നിന്ന് രക്ഷപ്പെട്ട് അകത്ത് കയറി. അത് കഴിഞ്ഞപ്പം ഓൾറെഡി ചേട്ടായിമാരൊക്കെ അകത്തുണ്ടായിരുന്നു. അവരിങ്ങനെ വർത്താനമൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുമായിരുന്നു. സോ നമ്മൾ ചെന്നു. പിന്നെ ഞങ്ങൾ ചുമ്മാ അവിടെ വർത്താനമൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ട് വൈബൊക്കെ അടിച്ചിരുന്നു. അത് കഴിഞ്ഞ് ഞങ്ങൾ പയ്യെ ഒരുങ്ങാനൊക്കെ പോയി. എല്ലാവരും റെഡിയായി. അങ്ങനെ നമ്മൾ പാർട്ടിക്ക് പോകാൻ റെഡിയായി ഗൈസ്. സോ നമ്മൾ പാർട്ടിക്ക് പോകാൻ വേണ്ടിയിട്ട് ഇറങ്ങി നിൽക്കുവാണ്. Full straight. Okay. Full straight. Bye. He got his face over here. Straight, okay. The camera like sound off agana kata video no worries. Sit down. So finally guys, we have reached Goa and right now it's already 10:41. So most of us guys will be doing what? We don't know. Yes. So we are actually going to a pub. It's in Cohiba, actually Cohiba pub. So we got Jafar, the one who drives the car. Then it's me who routes the map. We got the people behind. We got the people behind actually. I'm the alcoholic. alcoholic. Woo!
I'm the alcoholic sit here. Yeah, this one, the pretty Shilpa. This one is the my love. My pansara. Sonu the chai kada. Eating palpeda. Woo. Togar, I like your narangutai. I had 3 of your narangutai. It was awesome with the beer. It added a sweet flavor to the beer, and I totally went with the red color of the narangutai, and that was awesome. You'll have to take rewards. You'll have to take rewards. ഇതെന്താ ചെയ്യേണ്ടതെന്നറിയോ? Smile please. Side കൊടുക്കല്ലേ? Yo. Yo, vlogger. Papan. Yeah. Yeah. Yay. അവനെടുത്തോട്ടെ പറ്റില്ല അവന്. ഫ്ലാഷ് മണ്ടൊക്കെ അടിച്ച് ഒന്ന് ആദ്യം എന്തൊക്കെ പാട്ടൊക്കെ ഇങ്ങനെ പാടേ എടാ വണ്ടി ഇതാക്കിക്കൊണ്ട് ചേച്ചി ഫ്ലാഷ് മണ്ടൊക്കെ അടിക്കണമെങ്കിൽ ബാഗ് അങ്ങോട്ടും ഇങ്ങോട്ടും ഓടി നേരം പോയി മീനും പോയി അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. നേരം പോയി മീനും പോയി അന്നത്തെ കച്ചവടം വെള്ളത്തിലായി. ചാലക്കുടി ചന്തയ്ക്ക് പോകുമ്പോൾ ചോപ്പുള്ള മീൻകാരി പെണ്ണിനെ കണ്ടേ ഞാൻ. ചെമ്പല്ലി കരിമീൻ ചെമ്മീനേ പെണ്ണിന്റെ പട്ടേര് നീയുള്ള വിളക്കണ മീനാണേ. കലവർത്തം കാത്തു They didn't put petrol. 500 rupees we put petrol. It got over also. I don't know. ഇല്ല this is the line for car. No, this is petrol. എടാ അബി Hi. എങ്ങനെ ഇരിക്കണേ
സെക്കൻഡ് ഏർലി മോർണിംഗ് 3 o'clock ആയി. അപ്പോൾ പാർട്ടിയൊക്കെ കഴിഞ്ഞ് ഞങ്ങൾ നേരെ അവിടെ തന്നെ കോഹിബയിൽ തന്നെ നമ്മൾ ഫുഡ് ഓർഡർ ചെയ്തു. സോ അവിടെ നിന്ന് നമ്മൾ ഫുഡൊക്കെ കഴിച്ചു. ഞങ്ങൾക്ക് ആർക്കും അത്രയ്ക്ക് വിശപ്പില്ലായിരുന്നു, അതുകൊണ്ട് നമ്മൾ ചെറുതായിട്ട് ഈ സ്റ്റാർട്ടർ പോലുള്ള ഫുഡ്സാണ് ഓർഡർ ചെയ്തത്. അതൊക്കെ കഴിച്ചിട്ട് നമ്മൾ നേരെ റൂമിൽ ചെന്നു. ഒരു 5 o'clock ആയി കാണും മോർണിംഗ്. ചെന്ന് കഴിഞ്ഞിട്ട് ഞങ്ങൾ പിന്നെയും കുറച്ച് നേരം റൂമിലൊക്കെ ഇരുന്ന് എല്ലാവരും വർത്താനമൊക്കെ പറഞ്ഞിട്ട് പിന്നെ കിടന്നുറങ്ങി. നമ്മൾ എണ്ണീച്ചപ്പം ഉച്ചയൊക്കെ കഴിഞ്ഞു. അപ്പം നമ്മുടെ സെക്കൻഡ് ഡേ ആണ് കേട്ടോ. അപ്പം ഈവനിങ് തന്നെ നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി. നമ്മളിപ്പോൾ ബാഗ ബീച്ചിലോട്ടാണ് പോകുന്നത്. അപ്പം ബീച്ചിൽ പോയിട്ട് ഷാക്കിൽ പോവാം, അവിടെ നിന്ന് ജസ്റ്റ് ഫുഡൊക്കെ കഴിക്കാം, അത് കഴിഞ്ഞിട്ട് പാർട്ടിക്ക് പോകാം എന്നാണ് വിചാരിച്ചത്. നമ്മൾ മോർണിംഗ് തന്നെ എണ്ണീക്കാത്തത് കൊണ്ട് നമുക്ക് ഗോവയിൽ വേറെയുള്ള സ്ഥലത്തൊന്നും പോകാൻ പറ്റിയില്ല. നമ്മൾ ഈ പോയ ദിവസങ്ങളെല്ലാം നമ്മൾ പാർട്ടിക്ക് തന്നെയാണ് പോയത്. എനിക്ക് ഉറക്കം സെറ്റാവാത്തതുകൊണ്ട് തന്നെ നല്ല തലവേദന ഉണ്ടായിരുന്നു. പിന്നെ ഫുഡും അങ്ങോട്ട് പ്രോപ്പറായിട്ട് കഴിക്കാനായിട്ട് പറ്റിയില്ല. കാരണം നമ്മൾ രാവിലെ പോയിട്ട് കിടന്നുറങ്ങിയിട്ട് ഈവനിങ് അല്ലേ നമ്മൾ എണ്ണിക്കുന്നത്. സോ ഫുഡ് കഴിക്കാത്തതിൻ്റെയും തലവേദന ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനായിട്ട് ഒരു റെസ്റ്റോറൻറ്റിൽ കയറി. ഞാൻ ഓൾറെഡി ഹെഡ് ഏക്കിന് പില്ലും എടുത്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞാൻ അധികം ഫുഡ് കഴിച്ചില്ല, തലവേദന ആയതുകൊണ്ട് തന്നെ. ഒരു ചായയാണ് ഞാൻ കുടിച്ചത്. അവർ നൂഡിൽസോ എന്താണ്ടൊക്കെയോ ഓർഡർ ചെയ്തു. ഫുഡൊക്കെ കഴിച്ച് നമ്മൾ ബാഗ ബീച്ചിലെത്തിയപ്പം ഇരുട്ടി ഗൈസ്, അതുകൊണ്ട് ബീച്ചൊന്നും ഞങ്ങൾ കണ്ടില്ല. അപ്പം ഷാക്കിൽ ഇങ്ങനെ ബീച്ചിൻ്റെ സൈഡിൽ കുറേ ഷാക്കുണ്ട്. അപ്പോഴത്തേനും ഭയങ്കര രസമായിരുന്നു. ലൈറ്റൊക്കെ ആയിട്ട് രാത്രി കാണാൻ നല്ല ഭംഗിയുണ്ടായിരുന്നു. സോ നമ്മൾ ഇങ്ങേയറ്റം തൊട്ട് അങ്ങേയറ്റം വരെ കുറേ നടന്നു. ഈ ലൈറ്റൊക്കെ കാണാൻ വേണ്ടിയിട്ട് തന്നെ നല്ല ഭംഗിയായതുകൊണ്ട് ഞങ്ങൾ അതൊക്കെ കണ്ട് ഇങ്ങനെ കുറേ നടന്നു. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേനും ഞങ്ങൾ ഓർത്തു വന്നാൽ ഓക്കെ നമുക്കൊരു ഷാക്കിൽ കയറി ഫുഡൊക്കെ കഴിക്കാം എന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു ഷാക്കിൽ കയറി. ഞങ്ങൾ കയറിയപ്പോൾ തന്നെ നല്ല മഴയൊക്കെ പെയ്യുന്നുണ്ടായിരുന്നു. സോ നല്ല മഴയൊക്കെ കൊണ്ട് ഞങ്ങൾ ഫുഡൊക്കെ കഴിച്ച് നല്ല രസമായിരുന്നു. അങ്ങനെ നമ്മൾ ഫുഡ് അടിയൊക്കെ കഴിഞ്ഞിട്ട് നമ്മൾ നേരെ പാർട്ടിക്ക് പോവാണ് ഗൈസ്. സോ അവിടുത്തെ ആ ഒരു ചെറിയൊരു വഴിയുണ്ട് അവിടുന്ന് ബീച്ചിൻ്റെ അങ്ങോട്ട്. സോ നമ്മൾ അതിലെ കുറേ ഇങ്ങനെ നടന്നു, കുറേ ഷോപ്പും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പം ഞങ്ങൾ കുറേ നേരം നടന്നിട്ട് ഞങ്ങൾ നല്ലൊരു പബ്ബ് നോക്കിയിട്ട് ഞങ്ങൾ കയറി. ദ വൈറ്റ് ഗോവ എന്ന് പറയുന്ന പബ്ബിലാണ് നമ്മൾ കയറിയത്. അപ്പം നമ്മൾ ഇപ്പം ടൈം ഒരു 11 o'clock ആയിട്ടുണ്ട്.
ഇത് നമ്മുടെ ലാസ്റ്റ് ഡേ ആണ്. അപ്പോൾ നമ്മൾ മോർണിംഗ് 11 o'clock തന്നെ നമുക്ക് റൂം വെക്കേറ്റ് ചെയ്യണമായിരുന്നു. സോ നമ്മൾ അവിടുന്ന് നേരെ ഇറങ്ങി. ഇന്ന് ഉച്ചയ്ക്ക് ശ്രേയ ചേച്ചിയുടെ വീട്ടിൽ നമുക്ക് ലഞ്ച് പ്രിപ്പയർ ചെയ്തിട്ടുണ്ട്. സോ നമ്മൾ അങ്ങോട്ടാണ് പോകുന്നത്. അപ്പം നമ്മൾ രാവിലെ വിശക്കുന്നത് കൊണ്ട് തന്നെ ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാമെന്ന് വിചാരിച്ചിട്ട് ഞങ്ങൾ നേരെ ഒരു റെസ്റ്റോറൻറ്റിൽ പോയി. അപ്പം അവിടെ ചെന്നിട്ട് ഞങ്ങൾ ഇഡ്ഡലി, സാമ്പാർ, വട അങ്ങനത്തെ സാധനമൊക്കെ ഓർഡർ ചെയ്തു. കുറച്ചൊക്കെ വയറ് ഫുള്ളാക്കി വെച്ചു. എന്നാലും കുറച്ചൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ബിക്കോസ് ശ്രേയ ചേച്ചിയുടെ വീട്ടിൽ ചെന്നിട്ട് നല്ല പോലെ ഫുഡ് അടിക്കാനുള്ളതാണ്. അതുകൊണ്ട് ഞങ്ങൾ ഇച്ചിരി വെച്ചൊക്കെ ഫുഡ് കഴിച്ചുള്ളൂ. അപ്പം നമുക്ക് കിട്ടിയ മസാല ദോശയൊക്കെ ഒരുമാതിരി പൊരിഞ്ഞൊക്കെ ഇരുന്നു. പിന്നെ എങ്ങനെയൊക്കെ ഞങ്ങൾ കഴിച്ചു. സത്യം പറഞ്ഞാൽ നമ്മൾ ഗോവയിൽ ചെന്നിട്ട് അവിടുത്തെ ഫുഡ് പുറത്തുനിന്ന് നമ്മൾ ഫുഡ് കഴിച്ചിട്ടൊന്നും നമുക്ക് സെറ്റായില്ല. പിന്നെ നമ്മൾ നേരെ ശ്രേയ ചേച്ചിയുടെ വീട്ടിൽ ചെന്നു. അവിടെയാണെങ്കിൽ ശ്രേയ ചേച്ചിയുടെ പപ്പയ്ക്ക് ഗിഫ്റ്റൊക്കെ കൊടുത്ത കുറേ കള്ളും കുപ്പീസൊക്കെ ഇങ്ങനെ അടുക്കി വെച്ചിട്ടുണ്ടായിരുന്നു. അതിലൊക്കെ നോക്കിയിട്ട് ഞങ്ങളിങ്ങനെ കമൻ്റ് അടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോഴാണ് ഗായ്സ് ഞങ്ങൾ ശ്രദ്ധിച്ചത്, ദേ അവിടെ ഇരിക്കുന്ന കണ്ടോ, ഇവരുടെ എന്തോ ദൈവമാണ്. ഈ ദൈവമായിട്ട് നല്ല സാമ്യമുള്ള ഒരാൾ ഞങ്ങളുടെ കൂടെയുണ്ട്. ടെങ് മീശ പിരിച്ചിരുന്നാൽ കറക്റ്റ് രാഹുലിയേട്ടനെ പോലെ തന്നെയുണ്ട്. നിങ്ങൾ വിചാരിക്കുന്നുണ്ടായിരിക്കും ഫുഡൊന്നും കിട്ടാത്ത വീട്ടിൽ നിന്ന് വന്നതാണ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ ഗോവയിൽ ചെന്നിട്ട് നല്ല ഫുഡ് കഴിച്ചിട്ടേ ഇല്ലായിരുന്നു. അപ്പം ശ്രേയ ചേച്ചിയുടെ വീട്ടിൽ നിന്നാണ് ഞങ്ങളൊന്ന് ഫുഡ് നല്ലപോലെ ഒന്ന് കഴിക്കുന്നത്. അതിൻ്റെ ആക്രാന്തം എല്ലാവർക്കും ഉണ്ട്. ഓരോരുത്തരുമാണ് സെക്കൻഡും തേർഡും ട്രിപ്പും ഒക്കെ പോയി ഫുഡ് വാരി വലിച്ച് കഴിക്കുമായിരുന്നു. അങ്ങനെയുള്ള സൊല്യൂഷൻ നമ്മുടെ ട്രെയിനിൽ ഉപയോഗിക്കുന്ന സാധനം. You talk Hindi or English? Hindi, but I don't know Hindi. थोड़ा मधी അങ്ങനെ നമ്മൾ ശ്രേയ ചേച്ചിയുടെ പപ്പയോടും മമ്മിയോടും ശ്രേയ ചേച്ചിയോടും ഒക്കെ നമ്മൾ ബൈ പറഞ്ഞിട്ട് നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലോട്ട് പോവാണ് ഗൈസ്. അപ്പോൾ നമുക്ക് നൈറ്റ് 10 മണിക്കാണ് ട്രെയിന്. സോ നമ്മൾ നേരെ റെയിൽവേ സ്റ്റേഷനിലെത്തി കഴിഞ്ഞപ്പോഴാണ് അറിഞ്ഞത് ഗൈസ്,
ഈവനിങ് 5 o'clockനുള്ള ട്രെയിന് 10 മണിക്കാക്കിയായിരുന്നു. അത് കഴിഞ്ഞ് ഈ 10 മണിയുടെ ട്രെയിൻ ഇനി വെളുപ്പിനെ 5 മണിയാകുമ്പോഴേ വരത്തുള്ളൂ. അപ്പം നമുക്ക് പോസ്റ്റായി നമ്മളിനി വൈകിട്ടല്ല, നമ്മൾ രാവിലെ 5 മണി വരെ നമ്മൾ ഈ റെയിൽവേ സ്റ്റേഷനിൽ തന്നെ ഇരിക്കണം. ഫൈനലി നമ്മുടെ ട്രെയിൻ വന്നു ഗൈസ്. സത്യം പറഞ്ഞാൽ ഞങ്ങൾ റെയിൽവേ സ്റ്റേഷനിലിരുന്ന് ഞങ്ങളുടെ നടുവൊക്കെ ഒടിഞ്ഞ് പണ്ടാരമടങ്ങി. അങ്ങനെ ട്രെയിനിൽ കയറിയപ്പോൾ ഒരു ആശ്വാസമായിരുന്നു. കേരളത്തിലെ വലിയൊരു ബ്ലോഗറാട്ടോ. ഞാൻ കരയുക. നിർത്തിയോ? സൈൻ ഓഫ് അടിക്കണോ ഞാൻ? പാപ്പ പിടിച്ചേക്കിട്ടോ. അതാണ് പറ്റോ? അതൊക്കെ പറ്റും. എടാ നിനക്ക് പറ്റിയ സാധനം ഉണ്ടായിരുന്നു. ദയനീയ ജീവിതം റെയിൽവേ എന്ന് പറഞ്ഞ ബാത്റൂമിന്റെ പടമൊക്കെ എടുത്ത് കാണിച്ചു കൊടുക്കും. ഈ ബാത്റൂമിന്റെ ഒരു കാര്യം ചെയ്യാം, അവിടെ നിന്ന് ബാത്റൂമിനെ പറ്റി ഒന്ന് വിശദീകരിക്കാം. ഇവിടെ അവിടെ നിന്ന് നീ അവിടെ നിൽക്കുമോ? എന്റെ കണ്ടന്റ് ഞാൻ ഗോവയിൽ ഇന്റർനാഷണൽ കൊടുത്ത കണ്ടന്റ് വന്നില്ലെങ്കിൽ ഞാൻ മന്നന്റെ വീട്ടിലോട്ട് ഞാൻ 850 രൂപയുടെ സാധനല്ലേ? പിന്നെ കറക്റ്റ് സാധനം അതൊരു സൂപ്പർ കണ്ടന്റ് ആയിരുന്നു. ഷോർട്സിലിടാൻ ഇവിടെ വാള് വെക്കണ ഷോർട്സ് ഒക്കെ എടുത്തൊക്കെയാണ് ഉണ്ടല്ലോ അല്ലേ? മറ്റേത് ആ കസേരൊന്നും മലക്കടിച്ച് വീണ കുറവുണ്ടോ? പിന്നെ അത് മനസ്സിലാക്കാൻ പോകുന്നില്ല. ഞങ്ങളുടെ പേടിയാ മുകളിലോട്ട് ടൈം കൊടുത്താലാന്ന് ചോദിക്കട്ടെ. ഓ ആ സാധനത്തിന് ഇതില് മറ്റേ ഇത് കൊടുക്കണം, എന്താ ടാഗ്ലൈൻ കൊടുക്കണം. ബാത്റൂമിന്റെ റെയിൽവേയുടെ എന്തൊക്കെയാവട്ടെ ബാത്റൂം എന്ന് പറഞ്ഞാൽ ഞാൻ ഒരു സൗണ്ടും കട്ട് ചെയ്തില്ല. നിങ്ങൾ അങ്ങനത്തെ ഒരു വൃത്തിയുടെ സ്വഭാവം ഉണ്ട് കേട്ടോ. എല്ലാം ഇടുന്നു, എല്ലാം കാണട്ടെ. ലൈവ് സൈഡിൽ നിന്നൊരു കേസ്, ഗോവ പോലീസിന്റെ കേസ്. നിങ്ങൾ എന്നാ ചെയ്യും മഞ്ച? ഭാര്യ ഓപ്പണിംഗ് ദ ബോക്സ് ആഫ്റ്റർ കമ്മിങ് ഫ്രം ഗോവ. അകലെ ചാട്. കോട്ടയിൽ
ഇവിടുത്തെ എടാ അവിടെ റെയിൽവേ ട്രാക്ക് ഉണ്ടാകുന്നു ഇല്ലല്ല അപ്പൊ അതാണ് പിന്നെയുണ്ടോ? സ്റ്റാൻഡ് അപ്പുറത്തുള്ളൂ. അങ്ങനെ എറണാകുളം എത്തിയപ്പം നമ്മുടെ 3 ഫ്രണ്ട്സും അവിടെ ഇറങ്ങി. സോ നമ്മൾ ആലപ്പുഴയിലാണ് ഇറങ്ങുന്നത്. സോ ഇവർ എറണാകുളത്താണ്. അപ്പോൾ എറണാകുളത്ത് ഇവർ ഇറങ്ങി. ഈ ഒരു ഗോവ ട്രിപ്പ് കൊണ്ട് തന്നെ എനിക്ക് 4 ഫ്രണ്ട്സിനെ കിട്ടി. ന്യൂ ഫ്രണ്ട്സ്, അഭിഷേക് ഏട്ടായിനെയും അശ്വിനെയും രാഹുൽ ഏട്ടായിനെയും ശ്രേയ ചേച്ചിനെയും ഒക്കെ. ഞാൻ ഈ ഗോവ ട്രിപ്പിലാണ് ഇവരെ ആദ്യമായിട്ട് കാണുന്നത്, പരിചയപ്പെടുന്നത്, കമ്പനി ആവുന്നത്. സത്യം പറഞ്ഞാൽ എത്രയോ വർഷം മുമ്പേ ഉള്ള ഒരു പരിചയം പോലെയാണ് എനിക്ക് ഇവരുമായിട്ട് കമ്പനി ആയപ്പോൾ തോന്നിയത്. സോ എൻ്റെ ലൈഫ് ലോങ് എനിക്ക് ഇവരെ എല്ലാവരെയും നല്ലൊരു ഫ്രണ്ട്സായിട്ട് കൊണ്ടുപോകണം എന്ന് ഭയങ്കര ആഗ്രഹമുണ്ട്. സോ ഞാൻ ഇവരെ ഒരുപാട് മിസ് ചെയ്യുന്നുണ്ട്. ഈ ഒരു ട്രിപ്പും മിസ് ചെയ്യുന്നുണ്ട്. അങ്ങനെ ഞങ്ങൾ ആലപ്പുഴ സ്റ്റേഷനിലെത്തി. ഇക്കാടെ ഒരു ഫ്രണ്ട് നമ്മളെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു. സോ ഭയങ്കര വിശപ്പായിരുന്നു. സത്യം പറഞ്ഞാൽ വിശപ്പ് കാരണം ഞങ്ങൾക്ക് കണ്ണ് കാണുന്നേ ഇല്ലായിരുന്നു. കാരണം ഇന്നലെ വൈകിട്ട് 10 മണി തൊട്ട് നമ്മൾ പോസ്റ്റാണ്. അത് കഴിഞ്ഞ് നമ്മൾ പിറ്റേ ദിവസം ഈവനിങ് അല്ല, നൈറ്റ് ഒരു 9 o'clock ഒക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ആലപ്പുഴ എത്തിയത് തന്നെ. അപ്പോൾ ഇത്രയും ഡിലേ കഴിഞ്ഞിട്ട് അത്രയും സമയം നമ്മൾ ഫുഡൊന്നും കഴിക്കാണ്ടിരിക്കുമായിരുന്നു. സോ നമ്മൾ നേരെ പുട്ടും കട്ടലിലും പോയി. അങ്ങനെ ഞങ്ങൾ നേരെ ചെന്നു, കൈ കഴുകി അപ്പം തന്നെ ഇരുന്നു. ഞങ്ങൾ എന്താണ്ടൊക്കെയോ ഫുഡിന് ഓർഡറൊക്കെ കൊടുത്തു. അങ്ങനെ ഞങ്ങൾ ഫുഡൊക്കെ കാണാതെ നമ്മൾ സത്യം പറഞ്ഞാൽ വേറെ ഒരു നാട്ടിൽ പോയിട്ട് നമ്മുടെ നാട്ടിലോട്ട് വരുമ്പോൾ നമുക്കൊരു ആശ്വാസമുണ്ട്. അതുപോലെ തന്നെ ഫുഡാണെങ്കിലും നമ്മുടെ നാട്ടിലെ ഫുഡ് അത് ഒരു വേറെ ലെവൽ തന്നെയാണ്. ആദ്യം തന്നെ അവിടുത്തെ സ്പെഷ്യൽ ബീഫ് കറിയിൽ ഏത്തയ്ക്കാപ്പം മുക്കി കഴിച്ചു ഗൈസ്. പിന്നെ പുട്ട്, ചിക്കൻ കറി, ബീഫ് കറി, ഇറച്ചിപ്പുട്ട്, ബിരിയാണി ചായ, പിന്നെ നമ്മുടെ പുതിനയിലിട്ട സുലൈമാനി, അങ്ങനെ കുറേ, പിന്നെന്താ കാടമുട്ട പുഴുങ്ങിയത്, മുട്ട ബുൾസൈ, അങ്ങനെ കുറേ സാധനങ്ങൾ ഓർഡർ ചെയ്തു. അതൊക്കെ ഇതിലേ പോയെന്ന് പോലും അറിഞ്ഞില്ല. ഞങ്ങൾ മൊത്തം ഒരു 5 minutes കൊണ്ട് ഞങ്ങളത് ഫുൾ കാലിയാക്കി. അവിടെ ഉള്ളവരൊക്കെ തന്നെ ഓർത്തു അയ്യോ ഫുഡ് കാണാത്ത വീട്ടിൽ നിന്ന് വന്ന പോലെ. അത്രയ്ക്ക് വിശപ്പുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങളുടെ ഗോവ ട്രിപ്പൊക്കെ കഴിഞ്ഞു ഗൈസ്. ഞങ്ങൾ വീട്ടിലെത്തിയിരിക്കുകയാണ്. സോ എന്താ പറയുക, നല്ലൊരു ട്രിപ്പായിരുന്നു. ഞങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു വൈബും കമ്പനിയും ഒരുപാട് എൻജോയ് ചെയ്തു കേട്ടോ. സോ ഇതുപോലൊക്കെയുള്ള ട്രിപ്പ് വർഷത്തിൽ ഒരിക്കലെങ്കിലും വേണം എന്ന ആഗ്രഹമുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായി എന്ന് ഞാൻ വിചാരിക്കുന്നു. സോ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യാനും അതുപോലെ ലൈക്ക് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും ഒന്നും മറക്കരുത്. അപ്പോൾ വേറെ വീഡിയോ ആയിട്ട് ഞാൻ വീണ്ടും വരുന്നതായിരിക്കും. അപ്പോൾ ഓക്കെ, ബൈ ബൈ.